അന്തരിച്ച മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന് അന്തിമോപചാരം അർപ്പിക്കുന്ന ചടങ്ങുകളാണ് പുരോഗമിക്കുന്നത്. ഇപ്പോൾ മൃതദേഹം AICC ആസ്ഥാനത്താണ് ഉള്ളത്. നിരവധി പ്രമുഖരാണ് അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാൻ, അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ, അദ്ദേഹത്തെ സ്നേഹാദരം അറിയിക്കാൻ ഒക്കെയായി എത്തുന്നത്. അല്പം മുമ്പാണ് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം വിലാപയാത്രയായി അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതിയിൽ നിന്ന് AICC ആസ്ഥാനത്തേക്ക് എത്തിച്ചത്. AICC ആസ്ഥാനത്തുള്ള അന്തിമോപചാരം അർപ്പിക്കൽ ചടങ്ങുകൾക്ക് ശേഷം ഭൗതിക ശരീരം യമുനാ തീരത്തുള്ള നിഗംബോധ് ഘട്ടിലേക്ക് കൊണ്ടുപോകും. അവിടെയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. പൂർണ്ണമായും ഔദ്യോഗിക ബഹുമതികളോടുകൂടെ തന്നെയായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക എന്നുള്ളതാണ്. കനത്ത സുരക്ഷാ സന്നാഹത്തിലാണ് എല്ലാവിധ ചടങ്ങുകളും പുരോഗമിക്കുന്നത്. ശരത് ലാൽ ചേരുന്നുണ്ട്. ശരത്ത്, AICC ആസ്ഥാനത്ത് അന്തിമോപചാരം അർപ്പിക്കുന്ന ചടങ്ങുകളാണ് പുരോഗമിക്കുന്നത് എന്നറിയാം. ഈ ചടങ്ങുകൾക്ക് ശേഷമുള്ള ക്രമീകരണം അതെങ്ങനെയാണ്? അതിന് അദ്ദേഹത്തിന്റെ കോൺഗ്രസ് പതാകകൾ ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീര പതാകകൾ എടുത്തു മാറ്റി ദേശീയ പതാകയോട് കൂടി തന്നെ വീണ്ടും അദ്ദേഹത്തിനായി ഒരുക്കി വെച്ചിരിക്കുന്ന വാഹനത്തിലേക്ക്, അല്ലെങ്കിൽ പുഷ്പാലങ്കൃതമായ വാഹനത്തിലേക്ക് ഭൗതിക ശരീരം മാറ്റും. അത് നേരെ വിലാപയാത്രയായി തന്നെ കാൽനടയായിട്ട് കോൺഗ്രസ് പ്രവർത്തകർ അതേപോലെ അതിനെ അനുഗമിക്കും. സുരക്ഷാ പ്രശ്നമുള്ളത് കൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും പ്രത്യേക വാഹനത്തിലായിരിക്കും നിഗംബോധ് ഘട്ടിലേക്ക് അനുഗമിക്കുക. കാരണം അത്രയും സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാകണം. അത്രയും രീതിയും അവരെ പ്രത്യേക സുരക്ഷാ വലയത്തിലുള്ള വ്യക്തികളാണ്. അതേപോലെ കോൺഗ്രസ് മല്ലികാർജ്ജുന ഖർഗെയും പ്രത്യേക വാഹനത്തിൽ ഭൗതിക വിലാപയാത്രയെ അനുഗമിക്കും എന്ന് വേണം. കോൺഗ്രസ് നേതാക്കളും വിലാപയാത്രയെ അനുഗമിക്കും. കോൺഗ്രസ് പ്രവർത്തകർ കാൽനടയായി സേവാദൾ വളണ്ടിയർമാരുടെ അകമ്പടിയോടുകൂടി ആണ് ഇപ്പോൾ വിലാപയാത്ര AICC ആസ്ഥാനത്ത് എത്തിയത്. അവിടെ നിന്നും തിരിച്ച് നിഗംബോധ് ഘട്ടിലേക്കുള്ള യാത്രയിലും അന്തിമ ചടങ്ങുകൾ നടക്കുന്ന കോൺഗ്രസ് സേവാദൾ വളണ്ടിയർമാർ ഈ വാഹനത്തെ അനുഗമിക്കുന്നുണ്ട്. പ്രത്യേക വാഹനത്തിൽ നമ്മളിപ്പോൾ കാണുന്നത് നമ്മളുടെ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് AICC ആസ്ഥാനത്ത് കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം നടക്കുന്ന ഹാളിലേക്ക് അദ്ദേഹത്തിന്റെ ചലനമറ്റ ഭൗതിക ശരീരം ഇപ്പോൾ അന്തിമ ദർശനത്തിനായി എത്തിച്ചിരിക്കുകയാണ്. കോൺഗ്രസ് നേതാക്കൾ അതിന്റെ പ്രോട്ടോകോൾ അനുസരിച്ച്, അതായത് കോൺഗ്രസ് അധ്യക്ഷൻ, പിന്നെ കോൺഗ്രസ് ജനറൽ സെക്രട്ടറിമാർ, കോൺഗ്രസ് ഓർഗനൈസിംഗ് സെക്രട്ടറിമാർ, സംസ്ഥാന അധ്യക്ഷന്മാർ, ഇവർ അന്തിമ അഞ്ജലികൾ, അതായത് അന്തിമ ഉപചാരം അർപ്പിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അതേപോലെ തന്നെ മൻമോഹൻ സിംഗിന്റെ മകളും ഈ കോൺഗ്രസ് ആസ്ഥാനത്ത്, കുടുംബാംഗങ്ങളും കോൺഗ്രസ് ആസ്ഥാനത്ത് ഇന്ന് രാവിലെ സിഖ് മതാചാര പ്രകാരമുള്ള കർമ്മങ്ങൾ നടന്നിരുന്നു അദ്ദേഹത്തിന്റെ വസതിയിൽ. അതിനുശേഷമാണ് ഒരു വിലാപയാത്രയ്ക്ക് വേണ്ടി ഭൗതിക ശരീരം പ്രത്യേക വാഹനത്തിൽ എത്തിച്ചത്. ആ വാഹനത്തിലും സിഖ് മതാചാര പ്രകാരമുള്ള പുഷ്പാലങ്കൃതമായ 7 പുഷ്പങ്ങൾ ഉൾപ്പെടുന്ന മഞ്ചത്തിലാണ് അദ്ദേഹത്തെ കിടത്തിയിരിക്കുന്നത്. ആ പൂർണ്ണ സിഖ് മതാചാര പ്രകാരമാണ് അന്തിമ കർമ്മങ്ങളും ഒക്കെ നടന്നിരുന്നത്. ഇനി അദ്ദേഹത്തെ നിഗംബോധ് ഘട്ടിൽ സംസ്കരിക്കും. അസ്ഥിനാളങ്ങൾ അദ്ദേഹത്തെ ഏറ്റുവാങ്ങുന്നത് 11:45 എല്ലാവിധ സൈനിക ബഹുമതികളോടെയും ഗാർഡ് ഓഫ് ഓണറോടുകൂടിയും ആയിരിക്കും അന്തിമ ചടങ്ങുകൾ. നടക്കുന്ന സ്ഥലത്തെ പ്രധാനമന്ത്രിയും അല്ലെങ്കിൽ സർക്കാരിന്റെ പ്രതിനിധികളും ആഭ്യന്തരമന്ത്രിയുടെ പ്രതിനിധികളും എത്തുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. നിഗംബോധ് ഘട്ടും കനത്ത സുരക്ഷാ വലയത്തിലാണ് ആതിര. ഈ ഇത്രയും കനത്ത സുരക്ഷയിലാണ് ഇപ്പോൾ വിലാപയാത്ര പുരോഗമിക്കുന്നത്. വിലാപയാത്രയ്ക്ക് വേണ്ടിയുള്ള AICC ആസ്ഥാനത്ത് നിഗംബോധ് 8 കിലോമീറ്റർ ദൂരം വിലാപയാത്ര പോകുന്ന കടന്ന റൂട്ടുകളിലൊക്കെ കനത്ത സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. AICC ആസ്ഥാനവും അതേപോലെ. ശരി, ഇപ്പോൾ AICC ആസ്ഥാനത്തുള്ള പൊതുദർശനമാണ് പുരോഗമിക്കുന്നത്. മൻമോഹൻ സിംഗിന് ഏറ്റവും വേദനയോടുകൂടി വിട ചൊല്ലുകയാണ് രാജ്യം. രുചീഷ് രവീന്ദ്രൻ കൂടി ചേരുന്നുണ്ട്. രുചീഷ്, ഇപ്പോൾ AICC ആസ്ഥാനത്തുള്ള അന്തിമോപചാരം അർപ്പിക്കൽ പൊതുദർശനമാണ് പുരോഗമിക്കുന്നത്. ഏകദേശം 11:45 സംസ്കാരം, അങ്ങനെ തന്നെയല്ലേ?
രാജ്യം കണ്ട ഏറ്റവും പ്രഗത്ഭനായ സാമ്പത്തിക വിദഗ്ധൻ, അതിലപ്പുറം നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയ ഒരു പ്രധാനമന്ത്രി, എല്ലാ തരത്തിലും തൻ്റെ സേവനം രാജ്യത്തിന് വേണ്ടി സമർപ്പിച്ച ഒരു നേതാവിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ AICC ആസ്ഥാനത്തേക്ക് ഒരുപാട് ആളുകൾ, നിരവധി ആളുകൾ, വിവിധ രംഗത്തെ പ്രമുഖർ എല്ലാവരും തന്നെ എത്തുകയാണ്. കോൺഗ്രസിൻ്റെ പ്രധാന നേതാക്കളെല്ലാം തന്നെ AICC ആസ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട്. വലിയ ഒരു ജനാവലിയോടെ തന്നെയാണ് മൻമോഹൻ സിംഗിൻ്റെ വസതിയിൽ നിന്ന് AICC ആസ്ഥാനത്തേക്ക് ഈ ഒരു വിലാപയാത്ര ഉണ്ടായിരുന്നത്. പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ വിലാപയാത്രയെ അനുഗമിച്ചു. ഏറ്റവും ഒടുവിൽ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ഇപ്പോൾ പുഷ്പാർച്ചന നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ AICC ആസ്ഥാനത്തും. വലിയ തരത്തിൽ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നേതാക്കൾ, അത് പലർക്കും ഡൽഹിയിലേക്ക് എത്താൻ സാധിച്ചില്ലെങ്കിൽ കൂടി അവിടെ നിന്ന് അന്തിമോപചാരത്തിനായി അവർ ആദരാഞ്ജലികൾ അറിയിക്കുന്നുണ്ട്, കുടുംബത്തെ വിളിച്ച് അനുശോചനം അറിയിക്കുന്നുണ്ട്. അത്തരത്തിൽ വലിയ നഷ്ടം, ഒരുപക്ഷെ രാജ്യം കണ്ട ഏറ്റവും മികച്ച ഒരു നേതാവ്. ആ തരത്തിൽ നമ്മുടെ ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഒരു 50 വർഷത്തിനിടയിൽ രാജ്യത്തിന് ഉണ്ടായ അഭിവൃദ്ധിക്കെല്ലാം കാരണമായ പല സാമ്പത്തിക പരിഷ്കാരങ്ങളും തുടക്കമിട്ട ഒരു നേതാവ് എന്ന തരത്തിൽ മൻമോഹൻ സിംഗിനെ എതിരാളികൾക്ക് പോലും ആ തരത്തിൽ വലിയ ഒരു ബഹുമാനത്തോടെ തന്നെയാണ് എതിരാളികൾ പോലും കണ്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക പരിഷ്കാരങ്ങളെ വിമർശിച്ചിരുന്ന നേതാക്കൾ പോലും, അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾ പോലും മൻമോഹൻ സിംഗിനെ കാണുന്നത് ലോകത്തിൻ്റെ സാമ്പത്തിക നീക്കങ്ങളിൽ ഏറ്റവും നിർണായക ശക്തിയായി മാറിയ ഒരു നേതാവ് എന്ന തരത്തിൽ തന്നെയാണ്. പല വിമർശനങ്ങൾ ഒരുപക്ഷെ സാധാരണക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന പല പദ്ധതികളും കൊണ്ടുവരുമ്പോൾ തുടക്കത്തിൽ വലിയ വിമർശനങ്ങളൊക്കെ നേരിട്ട ഒരു നേതാവാണ്. പക്ഷേ പലപ്പോഴും മൻമോഹൻ സിംഗിനെ വിലയിരുത്തുന്നത് അദ്ദേഹത്തിൻ്റെ കാർക്കശ്യം, അദ്ദേഹം ഒരിക്കലും പെരുമാറ്റത്തിലായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ കാർക്കശ്യം അദ്ദേഹത്തിൻ്റെ നടപടികൾ അത് വിജയിപ്പിക്കുന്നതിലായിരുന്നു. അത് എതിരാളികളോട് പോലും ആ വിമർശനങ്ങൾ കേൾക്കാൻ സഹിഷ്ണുതയോടെ കേട്ട ഒരു നേതാവാണ്. ആ തരത്തിൽ തന്നെയാണ് എല്ലാവരും അദ്ദേഹത്തെ അനുസ്മരിക്കുന്നത്. അദ്ദേഹമൊത്തുള്ള ഓരോ നിമിഷവും വ്യക്തിപരമായ ബന്ധങ്ങളിലേക്ക് കൂടുതൽ കടക്കാതെ അദ്ദേഹം എല്ലാ കാലത്തും രാജ്യത്തിൻ്റെ അഭിവൃദ്ധിയെക്കുറിച്ച് ചിന്തിച്ചിരുന്ന ആളാണ്. അത് കോൺഗ്രസിലെ പോലും നേതാക്കൾ പറയുമായിരുന്നു. അത് വ്യക്തിപരമായ ഒരുപാട് ബന്ധങ്ങൾ സൂക്ഷിക്കുന്നതിനപ്പുറം എല്ലാ കാലത്തും അദ്ദേഹം ഇത്തരത്തിൽ വികസന പദ്ധതികളെക്കുറിച്ച്, അല്ലെങ്കിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന നിയമങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ സാമ്പത്തിക രംഗത്തുണ്ടാക്കുന്ന പരിഷ്കാരങ്ങളെക്കുറിച്ച്, അത്തരം സംഭവങ്ങളെക്കുറിച്ച് സംസാരിക്കുകയും അതിലേക്ക് നിയമങ്ങളിലേക്ക് അതിവേഗം എത്താനുള്ള നടപടികളിലേക്ക് പോവുകയാണ് എല്ലാ കാലത്തും മൻമോഹൻ സിംഗ് ചെയ്തിരുന്നത്. അദ്ദേഹത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും. അദ്ദേഹം ജനിക്കുന്നത് ഇന്നത്തെ പാകിസ്ഥാനിലെ പടിഞ്ഞാറൻ പഞ്ചാബിലാണ്. അതിനുശേഷം സ്വാതന്ത്ര്യാനന്തരമാണ് ആ കുടുംബം ഇന്ത്യയിലേക്ക് തിരിച്ചെത്തുന്നത്. അവിടെ നിന്ന് മൻമോഹൻ സിംഗിൻ്റെ ഒരു പടിപടിയായി അദ്ദേഹം രാജ്യത്തിൻ്റെ ഭരണ നേതൃത്വത്തിലേക്ക് എത്തുന്ന ഒരു കാലം, അത് ഒരുപക്ഷെ ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ബൗദ്ധിക മുഖങ്ങളിലൊന്ന് നഷ്ടപ്പെടുന്നു എന്ന തരത്തിൽ തന്നെയാണ് ഇന്ത്യ ആകെ അതിനെ കാണുന്നത്. ആ തരത്തിൽ വേണം അദ്ദേഹത്തിൻ്റെ വളർച്ചയെ പോലും, ഒരുപക്ഷെ ഈ തലമുറയ്ക്ക് പോലും പ്രചോദനം ഉള്ള എക്കാലവും പ്രചോദനമുള്ള ഒരു വ്യക്തിത്വം എന്ന തരത്തിൽ തന്നെയാണ് മൻമോഹൻ സിംഗ് നമ്മുടെ കാലഘട്ടത്തിൽ അടയാളപ്പെടുത്തുക. കാരണം വളരെ ചെറിയ കാലത്ത് സ്കോളർഷിപ്പുകളിലൂടെ പഠിച്ച് ആ തുക കൊണ്ട് അന്താരാഷ്ട്ര തലത്തിൽ തന്നെയുള്ള പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റിയായ കേംബ്രിഡ്ജ് അടക്കമുള്ള യൂണിവേഴ്സിറ്റികളിൽ അദ്ദേഹത്തിന് പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടായി. അവിടെയും ഏറ്റവും മികച്ച പഠനം നടത്തി ലോകത്തിലുള്ള പല വിദ്യാർത്ഥികളോടും മത്സരിച്ച് മികച്ച പുരസ്കാരം നേടി തന്നെ തൻ്റെ പഠനം പൂർത്തിയാക്കി അതിനുശേഷം ഇന്ത്യയിലേക്ക് തിരിച്ചെത്തി അധ്യാപന ജോലി ചെയ്തുകൊണ്ടിരിക്കെ ഐക്യരാഷ്ട്രസഭയിലേക്ക് അദ്ദേഹം ജോലിക്ക് ശ്രമിച്ച് ആ ജോലി നേടി ഐക്യരാഷ്ട്രസഭയിലേക്ക് എക്കണോമിക് ഓഫീസറായി എത്തി. അവിടെ നിന്ന് വീണ്ടും ഇന്ത്യയിലേക്ക് തിരിച്ചെത്തുമ്പോൾ ഇന്ത്യയെ എങ്ങനെ മാറ്റാം എന്നത് തന്നെയായിരുന്നു മൻമോഹൻ സിംഗിൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നത്. ആ തരത്തിൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് അദ്ദേഹം തുടക്കത്തിൽ പ്രവർത്തിക്കുന്നത് ഉപദേഷ്ടാവ് എന്ന തരത്തിലായിരുന്നു. ഒരുപക്ഷെ കോൺഗ്രസ് പലപ്പോഴും രാഷ്ട്രീയത്തിന് പുറത്തുള്ള ആളുകളെ ഈ രാഷ്ട്രീയത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുവരുന്നതിൽ കോൺഗ്രസ് പലപ്പോഴും കാണിച്ച ചില ഇടപെടലുകളുണ്ട്. അതിൽ കോൺഗ്രസ് കണ്ടെത്തിയ ഏറ്റവും മികച്ച മുഖങ്ങൾ ഒന്ന് അത് മൻമോഹൻ സിംഗ് എന്ന് തന്നെ പറയേണ്ടി വരും. അത്തരത്തിൽ കോൺഗ്രസ് തുടക്കകാലത്ത് തന്നെ, മൻമോഹൻ സിംഗ് ഇന്ത്യയിലേക്ക് എത്തിയ കാലത്ത് തന്നെ സാമ്പത്തിക വിഷയങ്ങളിൽ കൃത്യമായി മൻമോഹൻ സിംഗിന് പല പദവികളും കോൺഗ്രസ് നൽകിയിരുന്നു. ആ തരത്തിൽ ആദ്യഘട്ടത്തിൽ ഉപദേഷ്ടാവ് എന്ന തരത്തിലാണ് സർക്കാരുമായി ബന്ധപ്പെട്ടതെങ്കിൽ അദ്ദേഹം
പിന്നീട് RBI ഗവർണറായതോടെയാണ് രാജ്യത്താകെ മൻമോഹൻ സിംഗിൻ്റെ സാമ്പത്തിക പരിഷ്കാരങ്ങളിൽ കൃത്യമായി ഇടപെടാൻ മൻമോഹൻ സിംഗിന് സാധിച്ചത്. പിന്നാലെ അന്ന് പ്രണബ് മുഖർജി ആയിരുന്നു ധനകാര്യമന്ത്രിയെങ്കിൽ പിന്നീട് ഇതേ പ്രണബ് മുഖർജിയുമൊത്ത് അദ്ദേഹം ഒരേ മന്ത്രിസഭയിൽ അദ്ദേഹം പ്രധാനമന്ത്രിയും പ്രണബ് മുഖർജി മന്ത്രിയും കേന്ദ്രമന്ത്രിയും എന്ന തരത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം തന്നെ ഉണ്ടായി.